ഗുരുവിനെ തന്നെ മാറ്റിയിട്ടുണ്ട്. ഞാൻ ഗുരു ആയിരുന്നില്ല, പറഞ്ഞില്ല. പിന്നെ അപ്പൊ അങ്ങനെ ഗുരുവിനെ മാറ്റുന്ന ഒരാൾക്ക് വേണ്ടി അച്ഛനെ വരെ മാറ്റാം. അത് നമ്മൾ മറ്റൊരു ഭാഷ ഉപയോഗിക്കുന്നില്ല, മറ്റൊരു പദം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇല്ലാത്തവരൊക്കെ ഗുരുക്കന്മാർക്കാക്കുകയും ഉള്ള ഗുരുവിനെ മാറ്റി പറയുകയും ചെയ്ത എത്രയോ സന്ദർഭങ്ങളുണ്ട്. ഞാനൊരിക്കൽ അവനോട് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച കാര്യം എന്താ ചോദിച്ചാൽ, ഈ 8 വർഷം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും സംശയങ്ങളൊക്കെ ചോദിക്കാൻ വരും. അപ്പോഴാണ് ഞാൻ അവനെ ശരിക്കും പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇനി മാജിക്കിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഇതുവരെ പഠിച്ചതിൻ്റെ ഫീസ് തരണം എന്ന് പറഞ്ഞു. കാര്യം എന്താ ചോദിച്ചാൽ, അവന് വേണ്ടി ഞാൻ ധാരാളം എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കിയിട്ടുണ്ട്. എന്നോടൊപ്പമുള്ള യാത്ര, എന്നോടൊപ്പമുള്ള ഭക്ഷണം, താമസം, ഇത്തരം കാര്യങ്ങളൊക്കെ ഞാനാണ് പൈസ കൊടുത്തിരുന്നത്. അപ്പോൾ ഫീസ് തരണമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, എത്രയാ ഫീസ്? ഞാൻ പറഞ്ഞ മറുപടി 1500 രൂപ. ആ ഘട്ടത്തിൽ 3000 രൂപയാണ് അവൻ്റെ ഒരു പ്രദർശനത്തിൻ്റെ ചാർജ്. 3000 രൂപ ഫീസ് വാങ്ങിക്കൊണ്ട് പ്രദർശനം നടത്തുന്ന ഒരാള് മൊത്തം 8 കൊല്ലം പഠിച്ചതിൻ്റെ ഫീസ് 1500 എന്ന് പറഞ്ഞപ്പോൾ എന്നോടൊരു മറുപടി പറഞ്ഞു, ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പഠിക്കാൻ വരില്ലായിരുന്നു എന്ന്. ആലോചിച്ച് നോക്കൂ, ഞാൻ കൊടുത്തിട്ടുള്ള ആ വിദ്യയ്ക്ക് 1500 രൂപയുടെ മൂല്യമില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ നെഞ്ചത്ത് ഒരു ഇടുത്തിയാണ് വീണത്. അതേ അവസരത്തിൽ നമ്മളിവിടെ നമ്മുടെ എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചു വിടുകയാണ്. എന്നിട്ടാ പറയുന്ന ഒരു മ്യൂസിക്, എൻ്റെ ഒരു മൈൻഡ് ഡിസൈൻ പ്രോഗ്രാമിൻ്റെ മ്യൂസിക് ഞാൻ ഇതേപോലെ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് കയറ്റി. അത് കയറ്റി കഴിഞ്ഞിട്ട് ഒരു സന്ദർഭം വന്ന സമയത്ത് ഇത് പുറത്തേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ. നോക്കുന്ന സമയത്ത് അത് കോപ്പി റൈറ്റുള്ള മ്യൂസിക്കാണ്, എനിക്ക് പുറത്തേക്ക് ഇടാൻ പറ്റില്ല. ഇവിടെ നമ്മൾ വലിയ രാജാക്കന്മാരായിട്ട് ഞാൻ തന്നെ അതിനൊക്കില്ല എന്ന് പറഞ്ഞ് നടക്കല്ലേ. പക്ഷെ അതൊക്കെ അംഗീകരിക്കണം, മനസ്സിലാക്കണം. നമ്മൾ അതിനനുസരിച്ച് നമുക്ക് എളിമ ഉണ്ടാവണം. നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതൊന്നും ഇല്ലാതെ പോയി എൻ്റെ ശിഷ്യനെ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും വലിയ ഗീതം. ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അവൻ ഒരു ശിഷ്യനായി കിട്ടിയതിൽ ഞാൻ അഭിമാനിച്ചിരുന്നു. പിന്നീട് എനിക്ക് അത് അപമാനമായി തോന്നാൻ തുടങ്ങി. അപ്പോ കുഴിച്ചു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം മുതുകാട് സാറിൻ്റെ ഗുരു ആയിട്ടുള്ള RK മലയത്തിനെ സീക്രട്ട് ഏജൻറ്റ് ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിട്ട് സംസാരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ RK മലയത്ത് ആണ് മുതുകാട് സാറിൻ്റെ ഗുരു എന്നുപോലും പുള്ളി എവിടെയും പറയത്തില്ല. പുള്ളി അച്ഛനിൽ നിന്ന് കണ്ടുപിടിച്ചു, അങ്ങനെ താല്പര്യമായിട്ട് പിന്നെ മാജിക്ക് പഠിക്കാൻ പോയി എന്നൊക്കെയേ പറയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗുരുവിനെ കൊണ്ടുവന്ന് വെക്കാറില്ല. പക്ഷേ എങ്കിൽ ഗുരു ഇപ്പോൾ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം മാജിക്ക് പഠിക്കാൻ അവിടെ ചെന്നാണ്, ഈ ഡിഗ്രി വരെ അവിടെ പഠിച്ചു. പഴയ കാലത്തെ ഗുരുകുല സമ്പ്രദായം പോലെ അവിടെ തന്നെ രാവിലെ പോയാൽ എന്ന് ചെല്ലുന്നില്ല, ആഴ്ചയിലൊന്നൊക്കെ വെച്ചായിട്ട് എന്നാൽ രാവിലെ ചെന്നാൽ വൈകുന്നേരമാണ് പോരുന്നത്. അതുവരെ അവിടെ ഇരുന്ന് പഠിക്കുക. അപ്പോൾ അവിടെയാണ് ഫുഡും ഒക്കെ കഴിക്കാൻ. അതിനുള്ളിൽ നമ്മൾ മനസ്സിലാക്കണം, 5 പൈസ പ്രതിഫലം മേടിക്കാതെ പുള്ളി 8 വർഷക്കാലം പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞ് പുള്ളിയിൽ നിന്ന് പഠിച്ച കൂടാതെ വേറെ എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ കുറച്ചുകൂടെയൊക്കെ പഠിച്ചിട്ട് പിന്നെ മാജിക് ഷോ നടത്തി തുടങ്ങിയപ്പോൾ പുള്ളിക്ക് 3000 രൂപ അന്നത്തെ കാലത്ത് മുതുകാട് സാറിന് മാജിക് ഷോ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടും. അതിന് അങ്ങനെ കിട്ടിത്തുടങ്ങിയപ്പോൾ ഈ RK മലയത്ത് എന്ന് പറഞ്ഞ സാറിന് മനസ്സിലായി, ആ പുള്ളി പറയുന്ന ഒരു പോയിന്റ് ഇതാണ്, ഒന്നെങ്കിൽ നന്ദി വേണം, അല്ലെങ്കിൽ പണം വേണം. ഇതിൻ്റെ അകത്ത് നന്ദി തീരെ ഇല്ല എന്ന് പുള്ളിക്ക് ജീവിതാനുഭവത്തിൽ നിന്ന് മനസ്സിലായി. അത് ജീവിതാനുഭവം എന്ന് പറഞ്ഞാൽ ഇടപെട്ട് കുറേ വർഷമായില്ല ഒരാളുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴോ ഒരാളുടെ കൂടെ ഫുഡ് കഴിക്കുമ്പോഴോ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഓരോരുത്തരെ മനസ്സിലാക്കാൻ പറ്റും നന്ദിയുള്ളവരാണോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ നോക്കിയപ്പോൾ പുള്ളിക്ക് നന്ദിയുള്ള ഒരാളായിട്ട് മുതുകാട് സാറിനെ തോന്നിയില്ല. അപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, എന്നാൽ പണം ആയിക്കോട്ടെന്ന് എഴുതി പുള്ളി ഒരു ഫീസ് ചോദിക്കുന്നു. 1500 രൂപ ഫീസ് ചോദിച്ചു. അപ്പം തന്നെ പുള്ളി മുതുകാട് സാർ 1500 രൂപ എന്നൊക്കെ ഓർത്ത് അത് വിട്ട് അവിടുന്ന് പോയി. അത് കഴിഞ്ഞ് നിലമ്പൂരാണ് ഇവരുടെയൊക്കെ വീട്. അവിടെ നിന്ന് പിന്നെ ട്രിവാൻഡ്രം വന്നു. ട്രിവാൻഡ്രത്ത് വന്നത് മലയാറ്റൂർ രാമകൃഷ്ണനാണ്. ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം കൊണ്ടുപോയത് തന്നെ അങ്ങനെയാണെന്ന് പറയുന്നു. പിന്നെ എന്താണേലും നിലമ്പൂർ ഭാഷ പോലും മാറ്റി വെച്ചിട്ട് പിന്നീട് നല്ലതായിട്ട് മലയാളം പറഞ്ഞ് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ആ നിലമ്പൂർ ഭാഷ പോലും മാറിപ്പോയി. മേക്ക് ഓവർ എന്നൊക്കെ പറയുന്ന പോലെ മൊത്തത്തിലൊന്ന് മാറി. പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം മുതുകാട് സാർ എന്ന വ്യക്തിയുടെ കഴിവിനെ നമ്മൾ അംഗീകരിച്ച് തന്നെ കൊടുക്കണം ഇതിൻ്റെ ഇടയിൽ കൂടെ. കാരണം ലക്ഷ്യമാണ്, മാർഗം എന്തോ ആയിക്കോട്ടെ, ഒരു ലക്ഷ്യം വെച്ച് ആ ലക്ഷ്യത്തിലെത്തുക എന്നുള്ള മാർഗത്തെ ഇവിടെ നോക്കുന്നില്ല. മാർഗം ചിലപ്പോൾ വളഞ്ഞ വഴിയാവാം, ചിലപ്പോൾ നല്ല വഴിയാകാം. അത് ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ച്. നമ്മളിപ്പം
ക്ലാസ്സിൽ തന്നെ ഒട്ടും പഠിക്കുകയില്ലാത്ത ചില പിള്ളേർ നമ്മുടെ കൂടെ ഇരുന്നിട്ടുണ്ടാവാം. പഠിക്കുകയില്ലൊന്നുമില്ല, നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് എല്ലാത്തിനും റാങ്ക് മേടിച്ച് പഠിക്കുന്നവരുണ്ട്. പക്ഷെ ജീവിതത്തിൽ വിജയിക്കുന്ന ചിലപ്പോൾ ആ റാങ്ക് മേടിച്ചവരായിരിക്കില്ല, ഇപ്പുറത്തുള്ളവരായിരിക്കും. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കാണാം കണ്ണെത്താത്ത പോലത്തെ വലിയ മണിമാളിക അവർ നാട്ടിൻപുറത്ത് വീട് വെച്ചിരിക്കുന്നത്. അതെങ്ങനെയായിരിക്കാം? പല രീതിയിലൂടെ അവർക്ക് ആ പണം സമ്പാദിക്കാനുള്ള ഒരു കഴിവുണ്ട്. ചിലപ്പോൾ അത് പലരുടെയും കണ്ണീര് വീണിട്ടുണ്ടാവാം അതിൻ്റെ പുറകിൽ. പല കഥകൾ അങ്ങനെയൊക്കെ നാട്ടിൻപുറത്ത് നമ്മൾ കേൾക്കാറില്ലേ. എങ്ങനെ നോക്കിയാലും അത് അവരുടെ ഒരു അഭ്യാസമാണ്, അത് അവരുടെ ഒരു കഴിവാണ്. അതേപോലെ തന്നെ മുതുകാട് സാർ എന്ന വ്യക്തിയെ നോക്കുമ്പോൾ പുള്ളിക്ക് വളർന്നു വരാനുള്ള ഒരു ലക്ഷ്യം, ആൾക്കാരുടെ ഫേമസ് ആവണമെന്നുള്ള ഒരു ആഗ്രഹം, അതിനുവേണ്ടി മാർഗത്തെ നോക്കിയിട്ടില്ല. പുള്ളി അതാണ് ചെയ്തത്. കറക്റ്റ് ടൈമിങ്ങിൽ എന്ത് ചെയ്യണമെന്നുള്ളത് മറ്റാരും ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ചവിട്ടിപ്പോകുന്ന ഏണി ചവിട്ടി താഴെ ഇടുന്നെങ്കിൽ ആ ടൈം നോക്കി ചവിട്ടി താഴെ ഇടാനുള്ള അറിയാം. അവസരങ്ങൾ എങ്ങനെയൊക്കെ മാക്സിമം ഉപയോഗിക്കണമെന്നുള്ളത് അറിയാം. വ്യക്തികളെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്നുള്ള അറിയാം. അപ്പം ഇതെല്ലാം മാക്സിമം നോക്കി യൂസ് ചെയ്ത് അതായത് അവസരങ്ങളും എല്ലാ വ്യക്തിബന്ധങ്ങളും പോലീസിൽ, രാഷ്ട്രീയത്തിൽ, അങ്ങനെ എല്ലാ വ്യക്തിബന്ധങ്ങളും യൂസ് ചെയ്താണ് പുള്ളി വളർന്നു വന്നത്. ഇത് പോകെ മറ്റൊരു കാര്യം കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നടത്തിയിട്ടുണ്ട്. മാജിക് എന്ന കലാരൂപം ശരിക്കും പറഞ്ഞാൽ അന്യം നിന്ന് പോയി. ശരിക്കും അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പണ്ടൊക്കെ കേട്ടില്ലേ ശാംബശിവന്റെ കഥാപ്രസംഗം എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, എന്തോ ഒരു ഫേമസ് ആയിരുന്നു. അതിന് മുന്നേ കഥകളിയൊക്കെ എന്തായിരുന്നു, അതൊക്കെ അന്യം നിന്ന പോലെ അങ്ങ് പോവുകയാണ് ഇന്ന്. ഇപ്പോഴും കഥകളി ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാലും ഈ കഥാപ്രസംഗമൊക്കെ മത്സര ഇനമായിരുന്നു. പക്ഷെ അതൊക്കെ അങ്ങ് പോയി എന്ന് പറയാം. അതേപോലെ തന്നെ മാജിക് ഷോ സ്കൂളുകളിലൊക്കെ വന്ന് നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. പിന്നെ മാജിക് ഷോയുടെ ഇമേജും പോയി, അതിങ്ങനെ പോയി വന്നു. അത് കറക്റ്റ് മനസ്സിലാക്കി അതിൽ നിന്ന് ശരിക്ക് കറക്റ്റ് ചാടേണ്ട സമയത്ത് ഈ ഭിന്നശേഷിക്കാരുടെ ദൈവമായിട്ട് അവതരിക്കുക ചെയ്തത്. അല്ലാതെ ഞാൻ മാജിക്ക് കംപ്ലീറ്റ് ഞാൻ അത് വേണ്ടെന്ന് വെച്ച് ഇവരോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങോട്ട് വന്നാന്ന് പുള്ളി പറയുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല. പുള്ളിക്ക് തലയിൽ ആൾതാമസമുണ്ട്. കറക്റ്റ് സമയത്ത് പുള്ളി മാറിയതാണെന്നാണ് ഈ ഇന്റർവ്യൂ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം മാജിക് ഈ ആർക്കെ മലയത്ത് വരുന്നുണ്ട്, കർണാടകത്തിലൊക്കെ ഇങ്ങനെ മാജിക് ഷോ നടത്താൻ വിളിക്കാൻ ആൾക്കാരുണ്ട്, സംഘാടകരുണ്ട് വിളിക്കാൻ. പക്ഷെ കാണാൻ ആൾക്കാരില്ല, ജനത്തിന് താല്പര്യമില്ല കാണാൻ. അങ്ങനെയായി മാറി. അത് ആ കലാരൂപം അങ്ങനെ ഇല്ലാതായിപ്പോയതാണ്. അപ്പം മുതുകാട് സാറിൻ്റെ കാര്യം പറഞ്ഞു വരുവാണെങ്കിൽ 1995 ഈ ഫയർ എസ്കേപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മളധികം പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. പുള്ളി എന്താണേലും അത് ചെയ്യാനുള്ള ഒരു ധൈര്യം എന്ന് കാണിച്ചു. അത് ഫയർ എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ ചങ്ങല മേത്ത് ശരീരം മൊത്തം ഇങ്ങനെ വെച്ചിട്ട് കൂട്ടിക്കെട്ടി ചങ്ങല കൊണ്ട് കെട്ടും. എന്നിട്ട് ക്രെയിൻ ഉപയോഗിച്ച് ഒരു വൈക്കോൽ കൂനയ്ക്കുള്ളിലേക്ക് ക്രെയിൻ വഴി താഴോട്ടിറക്കും. കൈയും കാലും ബന്ധിച്ച് വൈക്കോൽ കൂനയ്ക്കുള്ളിലേക്ക് ഇറങ്ങുന്ന അങ്ങനെ മുതുകാട് സാറ് 1995 ഇങ്ങനെ ഒരു ഫയർ എസ്കേപ്പ് നടത്തി. അങ്ങനെ വൈക്കോൽ കൂനയ്ക്കുള്ളിലേക്ക് ചങ്ങല കൊണ്ട് ബന്ധിച്ച് ക്രെയിൻ വഴി ഇങ്ങനെ ഇറക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വൈക്കോൽ കൂനയ്ക്ക് തീയിട്ട് വൈക്കോലിന് തീ പിടിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ എന്തോ സ്പീഡിലായിരിക്കും കഴിയുന്നത്. അതിനുള്ളിൽ നിന്ന് ചങ്ങല എല്ലാം കയ്യിൽ നിന്ന് മാറ്റിയിട്ട് കൂനയ്ക്കുള്ളിൽ നിന്ന് പുള്ളി പുറത്തു വരും. അത് കാണിക്കാൻ പുള്ളി ആ കാലഘട്ടത്തിൽ ധൈര്യം കാണിച്ചിട്ടുണ്ട്, ആ ഒരു മാജിക് കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞൊരു കാര്യം കൂടെ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ നടൻ മോഹൻലാലിനെ ഈ ഫയർ എസ്കേപ്പ് പഠിപ്പിക്കുകയും മോഹൻലാൽ ഇത് ചെയ്യാൻ തയ്യാറാകുകയും ചെയ്തു. അപ്പം എന്തുകൊണ്ടോ അന്നത്തെ കാലത്തെ മജീഷ്യന്മാരെല്ലാവരും കൂടി അതിനെ എതിർത്തു. അത് ചെയ്യരുത് എന്നുള്ള രീതി പറഞ്ഞു. കാരണം മോഹൻലാൽ ഇത് പഠിച്ചെടുത്തിട്ട് ഇത് ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു അപാകത നടന്ന ഇതുപോലത്തെ ഒരു വലിയൊരു നടൻ എന്തേലും ആപത്ത് സംഭവിച്ചാൽ എന്തുണ്ടാവും എന്നുള്ള രീതിയിൽ ഈ മജീഷ്യന്മാരെല്ലാം കൂടെ, സാമ്രാജ് ഉൾപ്പെടെയുള്ള മജീഷ്യന്മാരെല്ലാവരും കൂടെ പ്രശ്നമാക്കി. പിന്നെ അതിൽ നിന്ന് പിന്മാറുക ചെയ്ത്. അപ്പം കറക്റ്റ് അങ്ങനെയാണ് പുള്ളി ഈ ശരിക്കും പേരെടുത്തത്. ഗോപിനാഥ് മുതുകാട് എന്നുള്ള ഒരു പേരിലേക്ക്, ഒരു ഫെയിമിലേക്ക് എത്തുന്ന ആ എസ്കേപ്പ്, അത് ഫയർ എസ്കേപ്പ് ചെയ്തിട്ടാണ് പുള്ളി അങ്ങനെ എത്തിയത്. അപ്പം മാന്ത്രിക കൂടാരെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ജെസ്സി നാരായണൻ എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച് 16 വർഷക്കാലം മുതുകാട് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത പെങ്കൊച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ സീക്രട്ട് ഏജൻ്റെ ചാനലിൽ ഇന്ന് വന്ന ഇൻ്റർവ്യൂ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാകും. അപ്പം ഇന്ന് ഷിഹാബ് പറയുന്ന പോലത്തെ കാര്യങ്ങളും തിക്താനുഭവങ്ങളെല്ലാം ആ ബുക്കിൽ എഴുതിയിട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഗുരു എന്നേ പറയുന്നുള്ളൂ, ഗുരുവിൻ്റെ പേര് പറയുന്നില്ല.
അങ്ങനെയൊക്കെയാണ്. അപ്പം ഒത്തിരിയും കാര്യങ്ങൾ ഈ മണി മൈൻഡഡ് പൈസയ്ക്ക് വേണ്ടി മാത്രം, പൈസയ്ക്ക് മാത്രം മുൻതൂക്കം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് മുതുകാട് സാർ എന്നാണ് ഗുരുനാഥൻ പറയുന്നത്. അതോടൊപ്പം ഗുരുനാഥനുമായിട്ടൊരു ബന്ധമോ അല്ല അങ്ങനെയൊന്നുമില്ല. കയറിപ്പോയി ഏണി അപ്പം തന്നെ ചവിട്ടി താഴെ ഇട്ടതായിട്ട് തന്നെയാണ് പുള്ളിയുടെ വാക്കി എന്ന് പറയുന്നത്. പുള്ളിയുടെ ഇൻ്റർവ്യൂ കാണുകയാണെ സെക്രട്ടറിൻ്റെ ആയാലും നിങ്ങൾ കാണുമ്പോൾ പല അവസരത്തിൽ പുള്ളിയെ ഉപദ്രവിച്ചതും പുള്ളിയോട് ചെയ്ത അവഗണനയും അങ്ങനെ പലതും പുള്ളി ഇൻ്റർവ്യൂവിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഒരു ഗുരുനാഥൻ എന്ന് പോലും എവിടെയും വിശേഷിപ്പിച്ചിട്ടില്ല. പിന്നെ പത്മശ്രീ കിട്ടിയാലും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ജെസി നാരായണൻ്റെ ബുക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ടോട്ടലി നോക്കിയാൽ സത്യം പറഞ്ഞാൽ ഇപ്പം ഈ അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ഉണ്ടാക്കിയ ഒരു ആരോപണം, അത് വേണമെങ്കിൽ അവർക്ക് തോന്നിയ ആരോപണമായിട്ട് പറയാമെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ 8 വർഷക്കാലം സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തപ്പം ആ വ്യക്തിയെ ശരിക്കും മനസ്സിലാക്കി. അതേപോലെ മുതുകാട് സാർ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ആദ്യമായിട്ട് കാണിക്കുന്ന മാജിക്ക്, അല്ലെ മറ്റാരേലും കേരളത്തിലോ എവിടെയെങ്കിലും കാണിക്കുന്ന മാജിക്ക്, ഫേമസ് അല്ലാത്ത ആൾക്കാരെ കാണിക്കുന്ന മാജിക്കെല്ലാം ഈ മലയാള സിനിമയെ പല സംവിധായകർ വിദേശത്തുള്ള ഫിലിം കോപ്പി അടിച്ച് ഇവിടെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ മാജിക്ക് ഇത് ഞാനാണ് ആദ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ടുപിടുത്തമാണ് എന്നും പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം ഫേമസ് ആയ ആൾ ഈ പുള്ളിയാണ്. വേറൊന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ആർ.കെ. മലയത്ത് എന്ന ഗുരുനാഥൻ്റെ മോളിൽ വളർന്ന ഒരു വ്യക്തിയാണ്. അത് അങ്ങേരുടെ കഴിവ് മാത്രമാണെന്ന് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷേ ആ കഴിവ് നേരായ മാർഗത്തിലൂടെ തന്നെ അല്ല എന്ന് ഈ ആർ.കെ. മലയത്ത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.